കുട്ടികളിലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അപകടകരമായ ഉപയോഗത്തിനെതിരെ പ്രചാരണവുമായി ശിശുക്ഷേമ സമിതി. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ കുട്ടികളിൽ കുടൽ ക്യാൻസറിന് കാരണമാകുന്നെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക്, ഐലൈനർ, ഐഷാഡോ, ബ്ലഷ്, ഫേസ് ക്രീമുകൾ തുടങ്ങിയവയിൽ മെർക്കുറി, കാഡ്മിയം ഉൾപ്പെടെയുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ മൂലകങ്ങളുടെ അളവ് കൂടുന്നത് ചർമ്മത്തെ കൂടാതെ ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാം. ലിപ്സ്റ്റിക് ഉൾപ്പെടെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി സ്കൂളിലെത്തുന്ന കുട്ടികൾ ഇടവേളകളിൽ ഇവ ഉപയോഗിക്കുന്നെന്നാണ് അധ്യാപകരുടെ നിരീക്ഷണം. കുട്ടികളുടെ ചർമ്മം നേർത്തതായതിനാൽ ഇവയിലടങ്ങിയ രാസവസ്തുക്കൾ ശരീരം വേഗം വലിച്ചെടുക്കുന്നു. അലർജി, ഹോർമോൺ പ്രശ്നങ്ങൾ, വളർച്ചാ വൈകല്യങ്ങൾ, ക്യാൻസർ സാധ്യത എന്നിവയ്ക്കെല്ലാം ഇവ കാരണമാകും. സ്കൂളുകളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ പൂർത്തിയാക്കുന്ന സ്കൂളുകളെ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. തുടർന്ന് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണവും നൽകും. സ്കൂളുകൾക്ക് പുറമെ റെസിഡൻസ് അസോസിയേഷനുകളിലും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലും വിവിധ സംഘടനകളിലും ബോധവൽക്കരണ ക്ലാസുകൾ നടത്താനും കൊല്ലം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ കുടൽ ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ എണ്ണം അടുത്ത കാലത്തായി കൂടുതലാണെന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ പഠന റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബോധവൽക്കരണത്തിന് തുടക്കം കുറിച്ചതെന്ന് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി അധികൃതർ പറഞ്ഞു.